കോട്ടയം നഗരസഭ ഇനി മുതൽ സ്മാർട്ട് നഗരസഭ. നഗരസഭയുടെ ഇടപാടുകളെല്ലാം അടുത്ത മാസം മുതൽ ഓൺലൈൻ സംവിധാനത്തിലാക്കുന്നു. കീ സ്മാർട്ടിന്റെ ഭാഗമായി ജനുവരി 1 മുതലാണ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുക. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും 35 മോഡ്യൂളായി തിരിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനായി ലഭ്യമാക്കുകയാണ് കെ സ്മാർട്ട് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം ജനുവരി 1 മുതൽ ഒറ്റ ആപ്പ് മുഖേന ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് കോട്ടയം നഗരസഭയിലും പുതിയ ക്രമീകരണം നടത്തുന്നത്. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച കെ സ്മാർട്ട് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇനി മുതൽ ലഭ്യമാകും. പൊതുജനങ്ങളുടെ പരാതി പരിഹാരവും വസ്തുനികുതി, ബിൽഡിംഗ് പെർമിഷൻ മോഡ്യൂൾ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ, വാണിജ്യ ലൈസൻസുകൾ അടക്കമുള്ള സേവനങ്ങളാണ് ഓൺലൈനിൽ ലഭ്യമാക്കുക. അതോടൊപ്പം അപേക്ഷകളും നികുതി, മറ്റ് ഫീസുകൾ അടയ്ക്കാനുള്ള ഇ പേയ്മെന്റ് സംവിധാനവും ആപ്പിലുണ്ട്. കടലാസിൽ അപേക്ഷ എഴുതി നൽകി പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന രീതിക്ക് മാറ്റം വരുത്തി ഇനി മുതൽ എല്ലാ പരാതികളും അല്ലെങ്കിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നത്. ഈ പദ്ധതി കൊണ്ട് ഏറ്റവും വലിയ ഗുണം പൊതുജനങ്ങൾക്കുണ്ടാകുന്നത് ഒരു അഴിമതിരഹിതമായ ഒരു സംവിധാനം ഉണ്ടാകുന്നു. രണ്ടാമത്, കാലതാമസം വരുത്തുന്നതിന് ഇടയാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ നിർബന്ധിതമായി മാറുകയാണ്. നിലവിൽ നഗരസഭയിലെ വിവിധ ആവശ്യങ്ങൾക്ക് സേവനങ്ങൾ നൽകിയിരുന്ന 3 സോഫ്റ്റ്വെയറുകൾ പൂർണ്ണമായും 3 താൽക്കാലികമായി നിർത്തലാക്കിയിട്ടാണ് കെ സ്മാർട്ട് നടപ്പിലാക്കുന്നത്. നിർത്തലാക്കുന്ന സോഫ്റ്റ്വെയറിൽ നിന്നും വിവരങ്ങൾ കെ സ്മാർട്ടിലേക്ക് മാറ്റിവരികയാണ്. അതേസമയം നഗരസഭയിലെ ഇടപാടുകൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം ഒഴിവാക്കുന്നതിന് 1 മാസത്തേക്ക് നഗരസഭയിൽ ഇൻഫർമേഷൻ കൗണ്ടർ സജ്ജമാക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.